ഇത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം അത് കണ്ടിട്ട് വേണം ഈ ഒരു വ്ളോഗ് കാണാനേ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരിടത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. ഇനി നേരെ മാർക്കറ്റ് ഹാളിലേക്ക് ദിവാലി സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ട് പോവാണേ. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ കുറേ ദിയാസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാസുകി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കണ്ണിന് കുളിർമ തോന്നിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് രംഗോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ജൂത്തിയുടെ സ്റ്റോൾസ്, പിന്നെ അതുപോലെ തന്നെ മാല, വള, കമ്മൽ, അങ്ങനെ കുറേ സ്റ്റോൾസ്, ഡ്രസ്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ജൂത്തിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ 10 പൗണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൻഡ് കമ്മലൊക്കെ ഏകദേശം ഒരു 4 പൗണ്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അവിടെ ഡാൻസ് പെർഫോമൻസും, ലൈവായിട്ടുള്ള ഡാൻസ് പെർഫോമൻസും, മ്യൂസിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഥക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥക്കൊക്കെ കാണാനായിട്ട്. പിന്നെ ഫുഡ് പിന്നെ പറയണ്ടല്ലോ, അവിടെ ഫുഡിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വമ്പൻ ക്യൂ ആയിരുന്നു കേട്ടോ. അവിടെ ഫുഡ് കഴിക്കാൻ നമുക്ക് കുറേ ക്യൂ നിന്നാലേ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ വാസു നമ്മുടെ ഡാൻസൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തിയും കൂടെ അവിടെ കയറി കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നിയായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കും വിശാഖനും അങ്ങനെ ക്രൗഡഡ് പ്ലേസസിലൊന്നും പോകാൻ വലിയ താല്പര്യമില്ല. പക്ഷേ ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിരുന്നു അവിടെ. നമ്മൾ നമ്മുടെ ആ ഒരു ഏരിയയിലിരുന്ന് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അവിടെ വലിയ പാട്ടും ബഹളവും, നമ്മൾ നമ്മുടെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ നമ്മളും കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് അവിടെ നിന്ന് പെയ്യെ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അധികം ഫുഡൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് സ്നാക്സ് മാത്രം. എല്ലാവർക്കും വിശപ്പൊന്നും വലുതായിട്ടില്ലായിരുന്നു. പിന്നെ എന്തായാലും പുറത്ത് വന്നതല്ലെന്നാ പിന്നെ ഫുഡ് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചുമ്മാ പോയതായിരുന്നു. ഞങ്ങളെല്ലാവരും ഫിസിക്കലി അൺവെല്ലായിരുന്നു. എല്ലാവർക്കും ഓരോരോ വയ്യായ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളൊന്ന് പുറത്തൊക്കെ പോയി കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഒന്ന് ചില്ലായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയി. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു.